എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനന്തപുരി തറവാട്ടിൽ അയ്യപ്പൻ പാട്ട് നടത്തുവാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ. ജാനകിയും ജലജയും ദേവയാനിയും മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ച് ഭക്തിയോടെ ചുറ്റും ഇരിപ്പുണ്ട്. ഇതിനിടയ്ക്ക് വയ്യാതെ കിടക്കുന്ന ദേവയാനിയും കാണിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ജലജ അവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പ് തന്നെയാണ് പരിപാടി. ജലജ പറയുന്നുണ്ട്, ഏതായാലും ആ നയന എന്ന് പറയുന്നവൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഞാൻ മനസ്സിൽ പോലും ഓർത്തില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിലെ ഏറ്റവും കൂടുതൽ അവൾക്ക് സപ്പോർട്ട് കൊടുത്തത് നീയൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ടാണ് അവൾ ഇത്രയും കയറി കളിച്ചത് എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അവളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴല്ലേ എല്ലാം മനസ്സിലായത് എന്ന് പറയുക. അന്നേരം ജലജ പറയുന്നുണ്ട്, ഇപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, അതുകൊണ്ട് ഏട്ടത്തി ഇവിടുന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അങ്ങനെ അവളുമാരെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അജയനെയും കാര്യങ്ങൾ പറഞ്ഞ് കൂടെ നിർത്തിക്കോണം. ആണുങ്ങളെല്ലാം ഇങ്ങനെ വീട്ടിലെ തെറ്റിൻ്റെ കൂടെ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് അജയൻ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുക്കുക. അനി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആദർശം നയനയും പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതെങ്കിലും ഡോക്ടർ വരുന്നു. അന്നത്തേക്കും ചാടി എഴുന്നേറ്റ് ചോദിക്കും, എങ്ങനെയുണ്ട് ദേവിയെടുത്തേക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അന്നേരം ഡോക്ടർ പറയുന്നത്, ബ്ലഡ് മാറ്റിയതിന് ശേഷം അത്ഭുതകരമായ ഒരു മാറ്റം കാണുന്നുണ്ട്, വലിയ പ്രശ്നമില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് മരുമകളെയാണ് എന്ന് പറയുമ്പം അവർക്ക് രണ്ടുപേർക്കും ഒരു സംശയം. അന്നേരം ഡോക്ടർ ആരാര്യോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം, അകത്ത് കിടക്കുന്ന ആളുടെ മരുമകളില്ല, അവളുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ജാനകി പറയും, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അവൾ വീട്ടിലോട്ട് പോയല്ലോ എന്ന് പറയുവാണ്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, വീട്ടിലോട്ട് പോയി, പക്ഷേ ആ കുട്ടിക്ക് നല്ല വിളർച്ചയുണ്ട് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അതൊക്കെ അവളുടെ അഭിനയമാണ്, അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ സംഭവം മൊത്തം ഉണ്ടായത് എന്ന് പറയുക. അന്നേരം ഡോക്ടർക്ക് ചെറിയ സംശയം. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിലും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടല്ലേ, ഏതായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ വീട്ടിലെ മുത്തച്ഛന് വലിയൊരു അസുഖമുണ്ട്, ആ അസുഖം ഭേദപ്പെടണമെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം നന്നാവണം, അത് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചാൽ നല്ലതാ എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നത്. പോയി കഴിയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഈശ്വര, ആ നയന അവൾ എവിടെ ചെന്നാലും അവളെ സ്നേഹിക്കുന്നവരേ ഉള്ളല്ലോ, ഇത് എങ്ങനെ സാധിച്ചെടുക്കുന്നു എന്ന് ചോദിക്കുവാണ്. അന്നേരം ജാനകി പറയും, മായക്കാഴ്ചയൊക്കെ കയ്യിലുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മയക്കി എടുത്തോളും, അവളുടെ സ്വഭാവം അതാണ്, അങ്ങനെയല്ലേ വീട്ടിലുള്ള എല്ലാവരെയും മയക്കി എടുത്തത് എന്ന് ജാനകിയും പറയുന്നു. പിന്നീടും തറവാടാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ അയ്യപ്പൻ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് വിട്ടു. അതിനുശേഷം മുത്തശ്ശൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇപ്പം നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ്. മനുഷ്യന് അസുഖവും തളർച്ചയൊക്കെ ഉണ്ടാകും, അത് കുഴപ്പമില്ല, പക്ഷേ അതല്ലല്ലോ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരാൻ ഈ അയ്യപ്പൻ പാട്ടും പ്രാർത്ഥനയും വ്രതവും ഒക്കെ സഹായിക്കുമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, നടന്നു തന്നെയാണോ എന്ന് ചോദിക്കും. നേരം ജയം പറയും, അതെ നടന്നു തന്നെയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കൊരു വിഷമം. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് പമ്പയിൽ ചെന്നിട്ട് ബാക്കി എരുമേലി ചെന്നിട്ട് ബാക്കി നടന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പം, പോരെ മുത്തശ്ശി, ഇവിടുന്ന് നടന്നു പോകണം എന്നിങ്ങനെ പറയുവാണ്. അധികം പെട്ടെന്ന് അഭിയുടെ മുഖം അങ്ങ് മാറുകയെ. അഭി മനസ്സിലോർക്കുക, ഈശ്വര, മാല ഇടുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്, അന്നേരമാണ് ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ശബരിമല വരെ നടക്കാൻ പോകുന്നത്, ഓർത്തിട്ട് തന്നെ സങ്കടം വരുവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുക. അന്നേരം ഇത് നവ്യ കാണും കേട്ടോ. നവ്യ നയനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടോ അവൻ്റെ മുഖം നോക്കിയേ, അവന് ഇതിനൊരു യാതൊരു താല്പര്യമില്ല എന്ന് നവ്യ നയനോട് പറയും. അന്നേരം മുത്തശ്ശൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുവാണ്, ഇനി ഈ ഇങ്ങനെ നടന്നു പോകുന്നതിന് ആർക്കെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ പറയാൻ കേട്ടോ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ താല്പര്യക്കുറവുള്ളവർ അവരുടെ ഇഷ്ടത്തിന് പൊയ്ക്കോട്ടെ മുത്തശ്ശൻ, ഞങ്ങൾ ഇങ്ങനെ പോകുന്നുള്ളൂ എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ അഭിയോട് എടുത്തു ചോദിക്കുവാണ്, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുവാണ് എന്ന് പറയും. അന്നേരം ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഈ പ്രാവശ്യം നടന്നു പോകണമെന്ന് ഞാൻ മനസ്സിലോർത്തതാണ്, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ആരോഗ്യത്തിന് വേണ്ടി. അങ്ങനെ ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ചിരുന്നപ്പോഴാണ് ആ കാര്യം തന്നെ ആദർശേട്ടനും ജയന്മാമനും ഒക്കെ എന്നോട് പറഞ്ഞത് എന്ന് പറയും. അന്നേരം മുത്തശ്ശിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്, എങ്കിലും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാവരും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അങ്ങ് പോവാണ്. അവരിങ്ങ് പോയി കഴിയുമ്പോഴേക്കും മുത്തശ്ശൻ നയനയോടും നവിയോടുമായിട്ട് പറയുന്നുണ്ട്, ഇവർ നടന്നു പോയി അയ്യപ്പനെ തൊഴുത് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോകുന്നു. അത് കഴിഞ്ഞ് നയനയും നവ്യയും തൊഴുത് അവരും അവിടുന്ന് പോവുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. എനിക്ക് ആകെ വിഷമവും സങ്കടമൊക്കെ. ഒന്ന് നന്ദുവിനെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. വിളിക്കുമ്പം നന്ദു അതെടുത്തിട്ട് കട്ട് ചെയ്തു കേട്ടോ. ഇനി നന്ദുവായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതിയായിരിക്കും. ലാസ്റ്റ് അനിയാണെങ്കിൽ വോയിസ് ഇടുക. ഇങ്ങനെ വോയിസ് ഇടുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തെപ്പറ്റി ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞായിരുന്നല്ലോ, ആ ഒരു അവസ്ഥ ഭയങ്കര വീർപ്പുമുട്ടലുണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പലതും തുറന്നു പറയാൻ ഒരു ഫ്രണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ വിളിച്ചത്. ഇനി എത്ര കാലം ഞാനിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. ആദർശേട്ടനും നയനേടത്തെയും ഒക്കെ ഇതുപോലെ
പോലെയായിരുന്നു ജീവിതം തുടങ്ങിയത്. പക്ഷെ അവരുടെ ജീവിതം നന്നായി. എൻ്റെ ജീവിതം എന്താകുമെന്ന് അറിയില്ല. പിടിവിട്ട് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ നാട് വിട്ട് പോകും. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറയുക. അപ്പോൾ ഈ വോയിസ് കേട്ട് കഴിയുമ്പോഴത്തേക്കും നന്ദുവിനാകെ വിഷമം. അപ്പോൾ നന്ദു തിരിച്ച് വിളിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അനിയോട് ഞാൻ എന്താ പറഞ്ഞത്? അനാമിക ഇപ്പം അനിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് അവളെ മാറ്റിയെടുക്കാൻ അനി ശ്രമിക്കണം. നവ്യേച്ചിയുടെ സ്വഭാവം എന്തായിരുന്നു വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത്? നവ്യേച്ചി മാറിയില്ലേ? അതുപോലെ അനാമികയും മാറും എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ മാറ്റിയെടുക്കേണ്ട ആവശ്യം എന്താണ്? എൻ്റെ കൂടെ ജീവിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവളല്ലേ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടത്, അല്ലാതെ ഞാനാണോ അവളെ മാറ്റിയെടുക്കേണ്ടത് എന്ന് ചോദിക്കും. അന്നേരവും നന്ദു പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, ഇതിനൊക്കെ മാറ്റം വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അന്നേരം അനി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അതൊക്കെ തുറന്നു പറയാൻ എനിക്കൊരു നല്ല ഫ്രണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും നന്ദുവിനെ വിളിക്കുമ്പോൾ ഫോൺ എടുത്തേക്കണം, എനിക്ക് സംസാരിക്കാൻ എന്ന് പറയും. അന്നേരം നന്ദു പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് വലിയ പ്രശ്നമാകും എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവളെ വിവാഹം കഴിച്ചു എന്ന് കരുതി എൻ്റെ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എൻ്റെ ബന്ധങ്ങളോ ഒന്നും ഇല്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയും. അന്നേരം നന്ദു ഇനി തർക്കിക്കണ്ടല്ലോ എന്നോർത്ത് അനിയോട് പറയുവാണ്, ഇപ്പോൾ ഏതായാലും അനി ഫോൺ വയ്ക്കുക, അനിയുടെ മനസ്സ് ശരിയല്ല, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് ആകെ സങ്കടമാട്ടോ. പിന്നീട് നവ്യയെ കാണിക്കുന്നുണ്ട്. നവ്യ ആകെ വിഷമിച്ചിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വരുന്നത്. അന്നേരം അവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഓരോന്ന് ഓർത്തിരിക്കുക. അന്നേരം മുത്തശ്ശൻ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കും, എന്താ മോളെ, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്തേക്ക് എഴുന്നേക്കും, ആകെ വിഷമമാണല്ലോ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഒരു ദിവസം ഭർത്താവ് ഒരുപാട് അങ്ങ് സ്നേഹിച്ചു, എന്നിട്ട് ഇപ്പോൾ അതില്ല, അതിൻ്റെ വിഷമമല്ലേ മോൾക്ക് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അതെ, ഞാനായിരുന്നു ആ പാല് കുടിക്കേണ്ടിയിരുന്നത്. ആ പാല് ഞാൻ കുടിച്ചിരുന്നുവെങ്കിൽ എൻ്റെ വയറ്റിലെ കുഞ്ഞു പോയി വല്യമ്മ കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ കിടന്നേനെ. അങ്ങനെ സംഭവിക്കണമെന്ന് പലരും ഇവിടെ വിചാരിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവൻ എന്നെ സ്നേഹിച്ചത്. അങ്ങനെ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയും, നമ്മളിപ്പോൾ കാണാത്ത കാര്യത്തെപ്പറ്റി പറയരുത് മോളെ. ഇപ്പം തന്നെ നയനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് ശരിയല്ല എന്ന് എനിക്കറിയാമെന്ന് പറയും. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനെയും നവ്യയൊക്കെ എല്ലാവരും കുറ്റപ്പെടുത്താനും അത് മൊത്തം നിങ്ങളുടെ തലയിലിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അഭിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കേൾക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ചെറുപ്പം മുതലേ തെറ്റുകളിലൂടെ മാത്രമേ അവൻ നടന്നിട്ടുള്ളൂ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമ്മയുമായിരുന്നു അവൻ്റെ കൂടെ ഉള്ളത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഓർക്കുമ്പം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും. അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അങ്ങോട്ട് നയന വരും. അന്നേരം നയന പറയുന്നുണ്ട്, മുത്തശ്ശ ഇനിയിപ്പം ഇതിനെപ്പറ്റി ആരും ചിന്തിക്കുകയും പറയുകയൊന്നും വേണ്ട, അത് അവിടെ അങ്ങ് തീരട്ടെ എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാണ്, അനന്തപുരി തറവാട്ടിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും പുറത്ത് ആഘോഷമാക്കും ആൾക്കാർ, അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നത്, അത് മുതലെടുക്കുന്നുണ്ട് പലരും എന്ന് എനിക്കറിയാം എന്ന് പറയും. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ട് ജയനും അജയനോട് വരുവാണ്. അന്നേരം ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, കുറഞ്ഞു വരുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ വേദന അനുഭവിച്ചു, അതിൻ്റെ ക്ഷീണം ഉണ്ട് അയാൾക്ക് എന്നൊക്കെ പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുടുംബം തറവാട് വെട്ടിമുറിക്കാറായി എന്നതിൻ്റെ സൂചനയാണ് ഓരോരുത്തരായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അന്നേരം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് ജയം പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ കുടുംബം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്വത്തിൻ്റെ പേരിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കണമെങ്കിൽ ഈ തറവാടും കമ്പനികളും ഒക്കെ ഞാൻ ആദർശിനും നയനയ്ക്കുമാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള സ്വത്തുക്കൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാം. കമ്പനിയുടെ ലാഭം എല്ലാ വർഷവും എല്ലാവർക്കും ആദർശ് തന്നെ തന്നോളും എന്ന് പറയും. എന്നിട്ട് അജയനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നത് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന്. അന്നേരം അജയൻ പറയും, എനിക്കൊരു എതിർപ്പുമില്ല, അത് നോക്കി നടത്തേണ്ടത് അവൻ തന്നെയാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യില്ലേ മുത്തശ്ശ, പിന്നെ അതിൻ്റെ പേരിലായിരിക്കും എല്ലാവരോടും വഴക്കുണ്ടാക്കുന്നത് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾക്ക് പേടിയുണ്ടല്ലേ, ഇപ്പം ആശുപത്രി കിടക്കുന്ന അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മോളോട് യുദ്ധത്തിന് വരുമോ എന്ന്, അതിൻ്റെ വിഷമമാണോ എന്ന് ചോദിക്കും. അന്നേരം ജയം പറയുന്നുണ്ട്, അങ്ങനെ യുദ്ധത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള പരിപാടി എനിക്കറിയാം. ഇപ്പോൾ പല കാര്യങ്ങളും ഒളിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അനാമികയെ അത്രത്തോളം അവൾ സ്നേഹിച്ചിട്ടും ഒരാവശ്യം വന്നപ്പം അനാമിക അവളുടെ കൂടെ നിന്നില്ല, നയന മോളെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ തുറന്ന് പറയേണ്ടി വരും എന്ന് ജയം പറയുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ എന്നെ ഒരുപാട് അങ്ങ് സ്നേഹിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോളാം, എൻ്റെ ഹൃദയം വേണമെങ്കിലും ഞാൻ കൊടുത്തോളാം. ഒരു മനുഷ്യജീവിയായിട്ട് അമ്മ എന്നെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട്
സങ്കടപ്പെട്ട് നയനി അങ്ങോട്ട് പോകുന്നു. എല്ലാവർക്കും അത് കാണുമ്പോൾ സങ്കടമാവുന്നുണ്ട്. പിന്നെയും കാണിക്കുന്ന ആദർശിനെയും നയനയും തന്നെയാണ്. ആദർശിൻ്റെ ബെഡൊക്കെ വിരിച്ചിടുവാട്ടോ നയന. അന്നേരം ആദർശ് വന്നിട്ട് പറയുന്നുണ്ട്, തനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകർക്കവും ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് വേറെ മുറിയിൽ കിടക്കണ്ട, ഇവിടെ തന്നെ കിടന്നാൽ മതി, വേണമെങ്കിൽ ഞാൻ തറയിൽ കിടക്കാം എന്ന് പറയും. അന്നേരം നയന പറയും, അതിൻ്റെ ആവശ്യമില്ല, തറയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആദർശേന് തണുപ്പടിച്ച് ശ്വാസം മുട്ട് വരും, ഇതിനു മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ വേണേൽ തറയിൽ കിടന്നോളാം, പക്ഷെ അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ മുത്തച്ഛനോടും മുത്തശ്ശിയോടും ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ആദർശ് ചോദിക്കും, എന്തിനാ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളും എന്ന് പറയും. അന്നേരം നയന പറയും, ഇനി ഞാൻ മുടക്കാനൊന്നും ഞാനില്ല, ഞാൻ തറയിൽ തന്നെ കിടന്നോളാം എന്ന് പറയുവാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിടാൻ അമ്മ പറഞ്ഞപ്പം എനിക്ക് ദേഷ്യവും പ്രതിഷേധവും ഒക്കെയായിരുന്നു നമ്മുടെ യാത്ര മുടക്കിയതിൻ്റെ. അതിൻ്റെ പേരിൽ മാലയിട്ടപ്പോൾ പോലും ഞാൻ അമ്മയോട് പ്രതിഷേധം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് എനിക്ക് ചിലപ്പം തോന്നാറുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതോർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നയനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.